ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചൂലും പിടിച്ചുകൊണ്ട് ഇറങ്ങിയേക്കുവാണ് കേട്ടോ. ടെറസിലേക്കാണ് കേട്ടോ ആദ്യം ഇറങ്ങിയേക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെയാണ് കേട്ടോ എണീക്കുന്നത്. അപ്പം പെയിൻറ്റിങ് ചെയ്യാൻ വന്ന ചേട്ടന്മാരുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ടെറസ് നമ്മൾ ആദ്യം അവർ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ മഴയൊക്കെ വന്നതിന് ശേഷമാണല്ലോ പിന്നെ എന്താ പറയുക ആകെ വൃത്തികേടായില്ലേ. അപ്പോൾ പിന്നെ ഒന്നും കൂടി ഒന്ന് ക്ലീൻ ആക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം നമ്മുടെ ടെറസ് ഒന്ന് പെയിൻ്റ് അടിക്കാമെന്ന് വെച്ചിട്ടാണെങ്കിൽ നമ്മളിവിടെ ഇരുന്ന സമയത്തെങ്ങാണ്ട് ടെറസ് ഒന്ന് പെയിൻ്റ് അടിച്ചതാണ്. പിന്നെ നമ്മൾ ഇതുവരെ ടെറസിൽ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം എന്നാൽ ആ ഭാഗത്ത് നമുക്ക് എന്താ പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഏകദേശം നമ്മുടെ പെയിൻറ്റിങ് പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട്. മഴയ്ക്ക് മുൻപേ തന്നെ അവർ മോട്ടറൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞപ്പോൾ താഴേക്ക് വീണ്ടും അതുപോലെ തന്നെ ഇലകളും മണ്ണും ഒക്കെ വീണിട്ടാകെ നാശമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താലല്ലേ അവർ പെയിൻ്റ് അടിക്കുമ്പോൾ നല്ല വൃത്തിക്ക് അങ്ങ് നിൽക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കാമെന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ ചേട്ടൻ പെയിൻറ്റിങ് പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ടെറസിൽ. നമ്മൾ ആദ്യം വീട് പണി കഴിഞ്ഞ സമയത്ത് മാത്രമേ കേട്ടോ ഈ ടെറസ് ഒന്ന് പെയിൻറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരിക്കലും നമ്മൾ ഈ ടെറസ് പെയിൻറ്റ് ചെയ്തിട്ടില്ല. പിന്നീടൊക്കെ നമ്മൾ ബാക്കിയുള്ളയിടത്തൊക്കെ പെയിൻറ്റ് ചെയ്താലും ഈ ടെറസ് മാത്രം പെയിൻറ്റ് ചെയ്തിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പം ഞാനങ്ങ് അടിച്ച് വാരുന്ന സമയം കൊണ്ട് ചേട്ടൻ ഇതേ എല്ലാം വലിച്ച് വാരിയിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ചെടികളുടെ ഉള്ളിൽ കുറേ കളകളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഇങ്ങനെ വലിച്ച് വാരിയിട്ട് തരും. അത് പതിവാണ് കേട്ടോ. നമ്മളെന്തെങ്കിലും ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് നമുക്ക് ഒരുപാട് പണി ഉണ്ടാക്കി തരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ആൾ പറയണത് അത് ചെയ്യുമ്പോൾ അത് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അത് പറഞ്ഞത് ശരി തന്നെയാണ്. പിന്നെ നമ്മൾ അവിടെ 2 ഉരുളൻകിഴങ്ങ് കുഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെന്തായി എന്ന് വെച്ചാൽ മഴവെള്ളം നിന്നു. 2-3 ദിവസം അടുപ്പിച്ച് നല്ല മഴയില്ലായിരുന്നു. അപ്പോൾ ഞാനത് ഈ തിരക്കിൻ്റെ ഇടയിൽ എടുത്തു വയ്ക്കാനും മറന്നു കേട്ടോ. അപ്പോൾ അതിൽ വെള്ളം നിന്നിട്ട് അങ്ങനെ ചീഞ്ഞു പോയിട്ടുണ്ട്. ഒരു കഷ്ണം മാത്രം മുളയൊക്കെ വന്ന് നല്ല സെറ്റായതായിരുന്നു കേട്ടോ. നല്ല പോലെ ഉണ്ടാവാൻ തുടങ്ങിയതാണ്. അപ്പോഴേക്കും അത് മഴവെള്ളം നിന്ന് ചീഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. പിന്നെ ഇതേ ചേട്ടൻ പെയിൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു സൈഡിൽ നിന്ന് കേട്ടോ. ഈ മണ്ണൊന്ന് കോരിടണം. മറ്റേ പച്ചക്കറി മുളകും പരപ്പുണ്ടാവൂലോ. മതിലോ? ആ പുറത്തേക്ക് വീണോ? നമ്മൾ ഈ വഴിക്കണല്ലോ. ഞാൻ കട്ടി മുകളിലേക്ക് കയറ്റി വയ്ക്കും തൽക്കാലത്തേക്ക്. ആ കട്ടി മുകളിലേക്ക് തൽക്കാലത്തേക്ക് കയറ്റി വയ്ക്കും. ഏത് നെറ്റിയാ നിങ്ങൾ പറയുന്നത്? അത് വെള്ളം ഒഴിച്ചതാ. അതിനൊന്നും അടിച്ചൂടെ? ഒരു ലോഡ് വെള്ളമായിരുന്നു. ഞാനായി പൈപ്പ് ഓപ്പൺ അത് വെള്ളം കൊണ്ട് തെറ്റിയിട്ടാ. പൂവിട്ടൊക്കെ കണ്ടോ കണ്ടോ കുറയ്ക്കണോന്ന് കണ്ടോ ഒരെണ്ണുണ്ടായിരുന്നു താഴെ. ചാണകപ്പൊടി എവിടുന്നോ? ചാണകപ്പൊടി എവിടുന്നോ?
അവപ്പൊടി മനുഷ്യന്റെ ചെടികൾ നടാൻ പറ്റുള്ളൂ. എന്താ കൊണ്ടുവന്ന ചെടി? അതൊരു കലാത്തിയ പറഞ്ഞ ചെടിയുണ്ട്. അത് പൂവൊന്നും ഉണ്ടാവില്ല, ഒരു ഭംഗിക്കത്. ഏതാ ഈ മറ്റേ നമ്മുടെ ചൂടയിലൊക്കെ ഉള്ളോ? അങ്ങനെ നമ്മുടെ ടെറസൊക്കെ വൃത്തിയാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ താഴേക്ക് പോന്നു കേട്ടോ. താഴെ വന്നപ്പോഴേക്ക് തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ളതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അടുക്കളയിൽ കൂടുതലായിട്ട് എനിക്ക് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ കാണിക്കാത്ത. പാവയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ. പാവയ്ക്ക കൂടുതൽ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് ഇന്നും പാവയ്ക്ക ഉപ്പേരി. ഇപ്പോൾ പിന്നെ ബീൻസ് തോരനും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്തേക്കാണ് ചെയ്തത്. അതിലേക്ക് കുറച്ച് സവാളയൊക്കെ ഇട്ട് കുറച്ച് കറിവേപ്പിലയും വറുത്തിട്ട് അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ടെറസ് ഇതേ പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള പെയിൻറ്റിങ് ഒന്നുമില്ല, സാധാരണ ഒരു പെയിൻറ്റിങ് മാത്രമാണ്. കാരണം നമുക്ക് കുറച്ച് ബാക്കി പെയിൻറ്റൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി തട്ടിക്കൂട്ടി അടിച്ചതാണ് കേട്ടോ. എന്നാലും അത് ഒന്ന് ചെറുതായിട്ട് വൃത്തിയായിട്ട് കിട്ടിയില്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും മാറി നിൽക്കണം ടെറസിൽ നിന്ന് എന്നാണ് കേട്ടോ പറഞ്ഞത്. പിന്നെ അതൊക്കെ പണി കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് നമുക്കെന്നാൽ കുറച്ച് പോർക്ക് വാങ്ങിയിട്ട് വരാം തിരുവില്ലാമലയെന്ന് വിചാരിച്ചു കേട്ടോ. പോകുന്ന വഴിക്ക് ഇതാ ഈ കുളത്തിനെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട് എന്ന്. ഈ ഒരു കുളം ത്തിൻ്റെ മതിൽ കെട്ടിയിട്ട് ഇപ്പോൾ 2, 3, 4, 5 വർഷമായി. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ കേട്ടോ. ഇപ്പം അത് ഇടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു അത്ര, മൊത്തത്തിൽ അങ്ങ് ഇടിഞ്ഞു വീണു കേട്ടോ. ഇതിനിടയ്ക്ക് പഴയന്നൂർ നമുക്കൊരു ചീരക്കുഴി ഡാമുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം കേട്ടോ തിരുവില്ലാമലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം എന്നാൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് പോവാം. സാധാരണ ഇവിടെ നിന്ന് ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ വരുവാണെങ്കിൽ വലയിട്ട് പിടിക്കുന്നവരുടെ അടുത്ത് നിന്ന് മീനൊക്കെ മേടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഞങ്ങൾ. ഇതുപോലെ കഴിഞ്ഞ വർഷം ഫ്ലഡ് ഉണ്ടായ സമയത്താണ് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ കേട്ടോ. മൊത്തം ആ ഒരു പാലൊക്കെ ഇടിഞ്ഞ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഭാഗമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും കെട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത്. കാരണം ഞങ്ങൾ ആ സമയത്ത് ഞാനും ചേട്ടനും കൂടി പോയിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ആ ഇടിഞ്ഞ സമയത്ത് പാലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ കാട്ടിക്കൂടെയൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കടന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് കഴിഞ്ഞ വർഷമാണ് എൻ്റെ ഓർമ്മ തോന്നുന്നു മൊത്തത്തിൽ അങ്ങ് പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കയറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഈ ഡാമിലേക്ക് വന്നപ്പോൾ പിന്നെ നട്ടുവച്ച സമയമാണല്ലോ, ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവില്ല. കുറച്ച് പിള്ളേരെങ്ങാണ്ട് ഇരിപ്പുണ്ട്, അതുപോലെ കുറച്ച് വലയിടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അവരാ നട്ട വെയിലത്ത് ഇരുന്നിട്ട് വലയിട്ട് പിടിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മീനൊക്കെ കണ്ടു കേട്ടോ. വഴുക്കും വഴുക്കി വീഴും. ആൾക്കാർ വിചാരിക്കുന്നത് മൊത്തം വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം ഇറങ്ങിയേക്കാം. പമ്പോസാണ് വെള്ളം അടിച്ചിട്ട് വീട്ടിലേക്ക് സപ്ലൈ ചെയ്യണല്ലേ. വെള്ളം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. വെള്ളം തുറന്നു.
അങ്ങനെ നമുക്ക് അവിടെ നിന്നൊന്നും കിട്ടിയില്ല കേട്ടോ. കാരണം മീൻ ആകെ 5 6 എണ്ണമൊക്കെ അവർക്ക് കിട്ടിയിട്ടില്ല. അത് കുഞ്ഞു മീനാണ് കേട്ടോ. അതിന് ജീവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ തന്നെ കുഞ്ഞു വലയിട്ടിട്ട് വെള്ളത്തിൽ മുക്കി വെച്ചേക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ പോകുന്നവരെ ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇത് ഇവിടെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കഴിഞ്ഞ വർഷത്തിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ ഫ്ലഡ് ഉണ്ടായ സമയത്ത് മൊത്തം പൊളിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിൻ്റെ ബാക്കി അവശിഷ്ടങ്ങളാണ് കേട്ടോ അവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ മണ്ണൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ നേരെ തിരിച്ചു പോയിട്ടോ. കാരണം ചൂട് തലയിൽ നല്ല പോലെ ആയിട്ടുണ്ടായിരുന്നു. തലയൊക്കെ പൊള്ളുന്ന ചൂടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ എന്താ പറയുക തിരുവിലാമലേക്കാണ് കേട്ടോ പോകുന്നത്. കുറച്ച് പോർക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. സാധാരണ നമ്മൾ ഇവിടുന്ന് പോർക്ക് വാങ്ങിക്കാറുണ്ട് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ടുള്ളതും നല്ലതും കിട്ടാറുണ്ട് ഇവിടുന്ന്. പക്ഷേ ഇന്ന് പോയി കഴിഞ്ഞപ്പം അവിടെ ആളില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയില്ല. പിന്നെ കുറച്ച് പഴക്കമുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. പിന്നെ വരുന്ന വഴി ഞാവൽപ്പഴം കണ്ടു കേട്ടോ. ഇത് നല്ല ഞാവൽപ്പഴമായിരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ച് നോക്കി. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാവൽപ്പഴം ഞാൻ അങ്ങനെ അധികം കഴിച്ചിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ അവിടെയൊക്കെ അങ്ങനെ ഞാവൽപ്പഴം റെയറായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാവൽപ്പഴം ഇങ്ങനെ കഴിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായി ഇത് കേട്ടോ. നമ്മൾ നാട്ടിലുണ്ടാവുന്ന കുറച്ച് കറിയൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത്. എനിക്കറിയില്ല. അങ്ങനെ അത് നമ്മളെ വീടിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. എന്ത് ഫ്രൂട്ട്സ് കിട്ടിയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാവൽപ്പഴം കഴിക്കാനുള്ളത് ഒരു ധൃതിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഞാവൽപ്പഴം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.